ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ പുതിയൊരു മൂവിയുടെ റിവ്യൂ ആയിട്ട് വന്നിരിക്കുന്നത് ഓൾഡ് ബോയ്. 2003 ഇറങ്ങിയിട്ടുള്ള ഒരു അതിഗംഭീരമായ ഒരു സിനിമയാണ് മെമ്മറീസ് ഓഫ് വേൾഡ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 2003 തന്നെയാണ് ഇറങ്ങിയ ഒരു സിനിമയാണ് കൊറിയയിൽ നിന്ന്. അതേപോലെ വേറൊരു ടൈപ്പ് ഓഫ് മൂവി. കാരണം ഈ ഓൾഡ് ബോയ് എന്ന മൂവിനെ ആസ്പദമാക്കി ഈ ലോകത്തിൽ നീളം കുറേ സിനിമകൾ വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അവസാനം ഇറങ്ങിയിട്ടുള്ള ഈ മഹാരാജ എന്നുള്ള തമിഴിൽ അതുപോലെ ഒരു ചെറിയൊരു ഷെയ്ഡ് ഓഫ് മൂവിയാണ് ഇതിനുമായി ബന്ധപ്പെട്ടത്. കാരണം ഇതിൻ്റെ കഥ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഒരു വ്യക്തിയെ അവർ പെട്ടെന്ന് പിടിച്ചുകൊണ്ട് പോകുന്നു, 15 വർഷം തടവിലിടുന്നു, പിന്നെ നിരീക്ഷിക്കുന്നു. ആ 15 വർഷം തടവിടുന്നതിനെ കുറിച്ചിട്ടാണ്. പിന്നെ അദ്ദേഹം ആ വ്യക്തി തടവിടാനുള്ള കാരണം തേടി പോകുന്നു. അതിനുശേഷം കുറേ സ്റ്റോറീസ് കണ്ടുപിടിക്കുന്നു. ഇയാൾ കാരണം ഒരാൾക്ക് ഹേർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ആ ഹേർട്ട് ചെയ്യപ്പെട്ടതിന് റീസൺ കൊണ്ട് മാത്രമാണ് അദ്ദേഹം പിടിച്ചു കൊണ്ടുപോയിട്ട് ഇയാളിനെ 15 വർഷം ഒരു റൂമിൽ അടച്ചിട്ട് ഇദ്ദേഹത്തിനെ ക്രൂസിഫൈ ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഒരുപാട് എങ്ങനെയൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇയാളെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാൻ പറ്റും അങ്ങനെയൊക്കെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ നീറ്റായിട്ടുള്ള വളരെ ജെന്റിലായിട്ടുള്ള എല്ലാ പരിപാടിയും ചെയ്തും കൊടുക്കും. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ഈ ഒരു 15 വർഷം ഇയാളുടെ കൺട്രോളിൽ വയ്ക്കും. ഇദ്ദേഹം 15 വർഷം കഴിച്ച് ഇറങ്ങുമ്പോൾ ഇദ്ദേഹം ഒരു മനുഷ്യനെ കാണാത്ത രീതിയിലുള്ള ഒരു ബിഹേവിയും പിന്നെ ഇത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക, എങ്ങനെയാണ് ഒരു ആൾ കണ്ട് സോഷ്യലി എങ്ങനെ കണക്ട് ആവാം, അങ്ങനെയൊന്നും ഇയാൾക്ക് അറിയാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ഈ 15 വർഷം ഒന്നും ഇല്ലാതെ ഇരുന്നുകൊണ്ട് ഇയാൾ മൊത്തത്തിൽ ഈ ഹ്യൂമൻ ബീങ് ആയിട്ടുള്ള ടച്ചൊക്കെ വിടും. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് കഴിച്ചിട്ടുള്ള ഫുഡുകളുടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഇയാൾ എവിടെയാണ് ജീവിച്ചത്, അങ്ങനെ ഓരോരോ സ്റ്റെപ്പുകളായിട്ട് ഇയാൾ എവിടെയാണ് ഈ 15 വർഷം താമസിക്കപ്പെട്ടത്, ആര് മുഖാന്തരം താമസിക്കപ്പെട്ടത്, അങ്ങനെ കണ്ടുപിടിക്കലാണ് ഈ സിനിമയുടെ മൊത്തത്തിലുള്ള കഥ എന്ന് പറയുന്നത്. അവസാനം ഇയാളെ കണ്ടുപിടിക്കും. ആ കണ്ടുപിടിക്കുന്ന ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്, ഓ മാൻ, ആ ഒരു ട്വിസ്റ്റ് അവസാനം ഒരു ബോക്സ് തുറക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ പുറത്തിറങ്ങിയിട്ട് ഒരു ഗേൾ ഫ്രണ്ട് കിട്ടി കിടക്കും. ആ ഗേൾ ഫ്രണ്ട് എന്ന് പറയുന്നത് കുറേയധികം ഇദ്ദേഹത്തിന് ഇവിടെ അടിപൊളിയായിട്ടും സപ്പോർട്ടായി നിൽക്കും. പിന്നെ അദ്ദേഹത്തിന് കൂടെ ആരാണ് ഇദ്ദേഹത്തിന് പിടിച്ചു കൊണ്ടുപോയത് അത് അവരാരാണെന്ന് കണ്ടെത്താനൊക്കെ ഈ പെൺകുട്ടി സഹായിക്കും, പലതരത്തിൽ സഹായിക്കും. അങ്ങനെ ഓരോന്ന് ഘട്ടമായി സഹായിച്ചു അവർക്കുള്ളൊരു ചെറിയൊരു ഇഷ്ടമൊക്കെ കൊണ്ടും അതിനുശേഷം അവരെന്ത് ചെയ്യും, സെക്ഷനിലൊക്കെ ഏർപ്പെടും. അത് ഭയങ്കരമായിട്ട് ഇതെല്ലാം തന്നെ ഈ പറയുന്ന ഇയാളെ റിലീസ് ചെയ്തിട്ടും ഇദ്ദേഹത്തിനെ ഇയാൾ ട്രാക്ക് ചെയ്യുന്നുണ്ടെന്നാണ് ഒരു വലിയൊരു സത്യം. അത് പലതരത്തിൽ ട്രാക്ക് ചെയ്യും. വോയിസ് ആയി ട്രാക്ക് ചെയ്യും, വീഡിയോ ആയി ട്രാക്ക് ചെയ്യും, ഇയാൾ നാവിഗേഷൻ ബേസ്ഡ് ട്രാക്ക് ചെയ്യും, എല്ലാ രീതിയിലും ഇദ്ദേഹം ട്രാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇയാൾ ആ സത്യം മനസ്സിലാക്കി മെല്ലാണ് അതിൽ നിന്ന് ഓരോന്നോരോന്നായി ഇദ്ദേഹം അതിൽ നിന്ന് മാറി പോകുന്നു. അപ്പോഴും അദ്ദേഹത്തിൻ്റെ മെയിൻ ട്രാക്കർ ചെയ്തിരിക്കുന്നത് പറയുന്നത് ഒരു ഫോണിലൂടെയാണ്. ആ ഫോണിൽ ഈ സിനിമ കഴിയുമ്പോൾ അദ്ദേഹത്തിന് അറിയുന്നില്ല ഇയാൾ ഇതിവരെയും ട്രാക്ക് ചെയ്തിരിക്കുന്നത് ഫോണിൽ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പിന്നെയും മനസ്സിലാക്കുന്നില്ല. അപ്പോഴും ഇദ്ദേഹം സെക്ഷനൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഓഡിയോ ഒക്കെ ഇദ്ദേഹം കേട്ടി റെക്കോർഡ് ചെയ്യും. എന്നിട്ട് അവസാനം ക്ലൈമാക്സ് അതൊക്കെ പ്ലേ ചെയ്യുന്നൊരു സംഭവമുണ്ട്. ആ സമയത്ത് ഈ നായകൻ ശരിക്കും അങ്ങോട്ട് ഇല്ലാണ്ടായിട്ട് അവസാനം ആ സെക്ഷൻ ചെയ്ത വ്യക്തി ആരാണ് ഇയാൾക്കൊന്നും കൂടി ഇയാൾക്ക് അവസാനം പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ നായകനായിട്ട് ഇല്ലാണ്ടാകില്ല ചെന്ന് അവസാനം അത് എങ്ങനെ ആ സത്യം അവളുടെ ഈ പറയുന്ന പെൺകുട്ടിയോട് പറയിക്കാൻ വേണ്ടി ഇദ്ദേഹം കാട്ടിക്കൂടുന്നൊരു അട്ടഹാസം പിടിച്ചൊരു അഭിനയം ഉണ്ടല്ലോ, അതെൻ്റെ മക്കളെ, എൻ്റെ പൊന്നു, ഇതൊരു അൾട്ടിമേറ്റ് സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സിനിമ കാണുമ്പോൾ എനിക്ക് ചെറിയൊരു അങ്കലാപ്പുണ്ടായിരുന്നു. കാരണം ഇതെങ്ങനെ ഫുൾ വയലൻസ് ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ സിനിമയുടെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നമ്മൾ അടുത്തത് വാട്ട് ഈസ് നെക്സ്റ്റ് ചോദിച്ചിട്ടുണ്ടല്ലോ, അത് പിന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അങ്ങനെ ഓരോന്നോരോന്ന് വെച്ചാൽ അവസാനത്തെ ഒരു ക്ലൈമാക്സിൻ്റെ ട്വിസ്റ്റ് ഉണ്ടല്ലോ, ആ ട്വിസ്റ്റിലാണ് ഈ പടം മൊത്തത്തിൽ നമ്മളെ അമ്പരിപ്പിക്കുന്ന പറയില്ല ആ ലെവലിലേക്ക് പോകുന്നത്. അത്ര മനോഹരമായിട്ടാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. ഈ സിനിമയുടെ ആ ഒരു ആക്ടറിന് ശരിക്കും ഒരു രക്ഷയില്ല. ഇതിപ്പോൾ നമ്മുടെ IMDb തന്നെ 8.3 റേറ്റിംഗ് ഉള്ളത്. നിങ്ങൾ നോക്കണം, പ്രൈം വീഡിയോസിലാണെങ്കിലും 8.3 റേറ്റിംഗ് ഉണ്ട്. ഈ സിനിമ നിങ്ങൾക്ക് ആമസോൺ പ്രൈമിൽ കാണാം, ആമസോൺ പ്രൈം വീഡിയോയിൽ കാണാം, ജിയോ ഹോട്ട്സ്റ്റാറിൽ കാണാം. ഈ മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് വന്നിട്ട് നമ്മുടെ പാർക്ക് ചാൻ വൂക്ക് ആണ്. അദ്ദേഹം ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. കൊറിയനിൽ സൗത്ത് കൊറിയൻ മൂവിയാണ്. നല്ല അടിപൊളി കിണ്ണങ്കാച്ചി പടം എന്നൊക്കെ പറയില്ല, കിടുക്കാച്ചി മൂവി എന്നൊക്കെ പറയില്ലേ, ഇങ്ങനെയുള്ള മൂവിയൊക്കെയാണ് ശരിക്കും നമ്മൾ പലതും മറന്നു പോകുന്നത്. പക്ഷേ ഈ സിനിമയിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോഴും കുറേ അധികം സിനിമകൾ വരുന്നതെന്ന് പറയുമ്പോൾ ഈ സിനിമയുടെ എത്രമാത്രം ആ ഒരു കണ്ടന്റ് എത്രമാത്രം റെലവൻ്റ് ആണെന്ന് നോക്കണം. അത്ര മനോഹരമല്ല ഈ സിനിമയിൽ. ശരിക്കും ഇദ്ദേഹം ഈ നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ള വ്യക്തി ഉണ്ടല്ലോ, ഇദ്ദേഹം അഭിനയിക്കുകയാണോ ജീവിക്കുകയാണോ എന്നല്ല, അത്രമാത്രം ഒരു മൈന്യൂട്ടായിട്ടുള്ള റിയാക്ഷൻ പോലും ഇദ്ദേഹം കാണിക്കുന്നതൊക്കെ ഭയങ്കര ഗംഭീരമാണ്. അദ്ദേഹത്തിൻ്റെ പേര് ചോയ് മിങ് സിക് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഈ സിനിമയുടെ നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്നതാണ് ചോയ് സാങ് ക്യോങ് ആണ്. ഗംഭീരമായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് ആ പെൺകുട്ടി. കാരണം ഒരു ഷോപ്പിലെ ഒരു ലോ ഗ്രേഡ് കുക്കായിട്ട് ജോലി ചെയ്യുന്നു.
അതിൽ നിന്ന് ഇവർ കണ്ടുമുട്ടുന്നു. അതിനുശേഷം ഇവർക്ക് ഇയാൾക്ക് ഒരു ചെറിയൊരു അസ്വസ്ഥ ഭക്ഷണം കഴിച്ച ശേഷം ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുന്നു. അതിനുശേഷം ഇവർ ട്രീറ്റ് ചെയ്യുന്നു. അങ്ങനെയൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു കണക്ഷൻ. അങ്ങനെ കണക്ട് ചെയ്ത് അവസാനം ഇദ്ദേഹം ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഭക്ഷണം മുമ്പ് കഴിച്ചിട്ടുണ്ട്, ഈ ഭക്ഷണം എവിടെയൊക്കെ ഉണ്ട് കുറേ ഇരുന്ന് അറിയാനെ ട്രാക്ക് ചെയ്ത് അവസാനം ഈ ഏരിയ ഈ കണ്ടുപിടിച്ച് പോകുന്നു. എന്നിട്ട് അവിടെ ഒരു ഫൈറ്റ് അങ്ങനെ അതിഗംഭീരമായിട്ടുള്ള കോറിയോഗ്രാഫാണ് എല്ലാം ചെയ്യുന്നത്. ഒരു സ്ക്രീൻ പ്ലേ എന്ന് പറയുന്ന സംഭവമുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് പറഞ്ഞാൽ ഇങ്ങനെയൊരു ലെവൽ ഓഫ് ട്രാക്കിലൂടെ അവർ പോകുന്ന രീതിയൊക്കെ ഉണ്ടല്ലോ സിനിമയിൽ. അത് അതിഗംഭീരമായിട്ട് സിനിമയാണ്. കാരണം ഇത്ര മനോഹരമായിട്ട് ഇവരിങ്ങനെ ഒരു അടിതെറ്റി ആനവില്ലേ അതുപോലെ ആദ്യം പോയിട്ട് പിന്നെ അവസാനം ട്രാക്കിൽ കയറി ട്രാക്കിൽ നിന്ന് പിടിച്ച് അത് ഹൈ സ്പീഡിൽ നമ്മളിങ്ങനെ പിടിച്ചിരുത്തി ലെവലിലേക്ക് ഈ സിനിമ എത്തിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതിഗംഭീരമാണ്. ഈ ഡയറക്ടർ പ്രൗഡ് ഓഫ് എ മാൻ. അത് പിന്നെ ഇതിൻ്റെ ക്യാമറ വർക്ക് ആയിക്കോട്ടെ, ഇല്ല ഇതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ഈച്ച് ലെവൽ ഇറ്റ്സ് വെരി ഓസം. യു ഷുഡ് വാച്ച് ദിസ് മൂവി ഓൾസോ. ഓക്കെ, അങ്ങനെ ഒരു അടിപൊളി അടാറ് സിനിമയാണ്. ഈ കൊറിയൻ മൂവിയുടെ നമ്മൾ ഒരുപാട് സിനിമകൾ കാണുന്നതാണ്. പക്ഷേ ഓൾഡ് ബോയ് വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് എവർ ടൈം സ്പെഷ്യലായിരിക്കും എല്ലാവർക്കും. ഇവിടെ മെമ്മറീസ് ഓഫ് മർഡറിന് ശേഷം ഇന്ത്യ ഒട്ടാകെ ഈ ലോകം മുഴുവൻ ഒട്ടാകെ അങ്ങനെ ഒരു സിനിമ വന്നിട്ടുണ്ടെങ്കിൽ, ഒരു സൈക്കോ ത്രില്ലർ വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം മെമ്മറീസ് ഓഫ് മർഡറാണ്. അതേപോലെയാണ് ഇതുപോലൊരു കണ്ടന്റ് വന്നിട്ടുണ്ടെങ്കിൽ മഹാരാജ പോലൊരു സിനിമയ്ക്ക് പോലും അതിൽ മഹാരാജ ഫുള്ള് ഈ സിനിമ ബേസ് ചെയ്തിട്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിൽ അവസാനം വരുന്നൊരു കൺക്ലൂഷൻസ് പറയുന്നത് ഇതിന്ന് ഇൻസ്പയർ ചെയ്ത് തന്നെ ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. കാരണം അത്രമാത്രം കണക്റ്റഡാണ് ഈ സിനിമയായിട്ട്. എന്തായാലും അടിപൊളി സിനിമയാണ്, നിങ്ങൾ കണ്ടു നോക്കും. ഞാൻ നിങ്ങളെ ചുമ്മാ കാണിക്കാൻ വേണ്ടി കാണാനെങ്കിൽ ഒരു വ്യൂവേഴ്സ് കൂട്ടാൻ വേണ്ടി ഞാൻ പറയുന്നില്ല. ഗംഭീരമായ സിനിമയാണ്. നിങ്ങൾ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ ഈ സിനിമയെ ചിലപ്പോൾ നിങ്ങൾ എന്താണ് നെക്സ്റ്റ് എന്ന് ചോദിച്ച് നിങ്ങളെ സ്വയം സിനിമ വീണ്ടും ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ടായിരിക്കും. അത്ര മനോഹരമായ ഒരു ക്ലൈമാക്സ് കൂടിയാണ്. ഇതിൽ നായകനുണ്ടല്ലോ, ആൾ ശരിക്കും ജീവിക്കുകയെന്ന് പറഞ്ഞാൽ പോരാ, അവസാനം അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും എൻ്റെ മോനെ വാട്ട് എ മാൻ, ക്ലൈമാക്സ് ഒക്കെ തൂക്കി അടിച്ചു എന്ന് പറയില്ലേ, അതാണ് സിനിമ. എന്തായാലും നിങ്ങൾ ഈ സിനിമ കാണും, നല്ല അടിപൊളി മനോഹരമായ സിനിമയാണ്. എന്തായാലും നിങ്ങൾക്ക് എന്തായാലും ഇത്തരം ജോണുള്ള സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എന്തായാലും കണ്ട് എല്ലാവരും ആസ്വദിക്കും, നല്ല നല്ല സിനിമയുടെ ഭാഗമായി മാറും. വിദേശ സിനിമകളും കണ്ട് നിങ്ങളുടെ ആ ഒരു പ്രേക്ഷകരുടെ മനസ്സും നിങ്ങളുടെ വ്യൂവും നിങ്ങളുടെ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് സ്കില്ലൊക്കെ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യൂ. ദെൻ യു ഷുഡ് വാച്ച് എനി അതർ ലാംഗ്വേജ് ടു. ഓക്കെ, ബൈ, സീ യു.